കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ സോഴ്സ് എന്തായാലും ഉണ്ടായിരിക്കണം. മീറ്റ്, എഗ്ഗ്, ഫിഷ്, അതുകൂടാതെ പയറുവർഗ്ഗങ്ങൾ. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്, പച്ച ഇലക്കറികൾ. പിന്നെ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിക്കം, പല തരത്തിലുള്ള ക്യാപ്സിക്കം, ലൈക്കോപ്പിനും മറ്റ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള തക്കാളി. ഇതിലെല്ലാം ആന്റി ഓക്സിഡൻസും ധാരാളമായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരം ഫുഡ്സ് നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ മുട്ടയും അതുപോലെ തന്നെ ഫിഷും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒമേഗ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സും കൊളീനും അതുപോലെ മറ്റ് വൈറ്റമിൻസും കിട്ടാൻ സഹായിക്കും. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുമ്പോൾ വൈറ്റമിൻ സിയും ധാരാളമായിട്ട് കിട്ടും. കുട്ടികൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ADEK, അതുകൂടാതെ വൈറ്റമിൻ ബിയും സിയുമാണ്. അപ്പം ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ ഫുഡും കൊടുക്കുന്നതിലൂടെ നമുക്ക് അവയെല്ലാം ഭക്ഷണത്തിൽ ഉണ്ടെന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോട്ടീനും ഞാൻ സോഴ്സ് പറഞ്ഞു തന്നു. ആ ഒരു ലിസ്റ്റ്, അതായത് നോൺ വെജ് സോഴ്സ് നമുക്ക് കൊടുക്കണം. മീറ്റ്, ഫിഷ്, എഗ്ഗ്, പിന്നെ ഇലക്കറികൾ, പച്ച ഇലക്കറികൾ, കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും, പിന്നെന്താണ് മുട്ട. ഇത്രയും കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് ഫുഡാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് പ്രോപ്പർലി അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടെന്നും കൂടി ഉറപ്പുവരുത്തണം. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഭക്ഷണം എത്ര കഴിച്ചിട്ടും അത് ശരീരത്തിൽ കാണുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. അപ്പം എന്തെങ്കിലും അസുഖങ്ങൾ വയറിന് സംബന്ധമായിട്ട് ഉണ്ടോ എന്നും കൂടി ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ ഭക്ഷണത്തിൽ ചില കുട്ടികൾക്ക് വളരെ അപൂർവമായിട്ട് ചില ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുവാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവും, എൻസൈം ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അപ്പം അത് ഡോക്ടർമാരെ കാണിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഡോക്ടർമാർക്ക് മനസ്സിലാക്കി വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്ത് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം വെയിൽ കൊള്ളിക്കുക. വൈറ്റമിൻ ഡി കിട്ടാൻ അത് വളരെ നല്ലൊരു 15 മിനിറ്റ് വെയിൽ കൊള്ളിക്കുക. ഫേഷ്യൽ സ്കിൻ വെയിൽ കൊള്ളിക്കേണ്ട കാര്യമില്ല. നമ്മൾ കാലോ കൈയോ ഒക്കെ വെയിൽ കൊള്ളിച്ചാലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ട്യൂൺ വിത്ത് മെഡി പ്രിസിഷൻ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്.